ഗൈസ്, വെൽക്കം ബാക്ക് ടു സൺലോഗ്സ്. ഞാൻ വളരെ ഹാപ്പിയിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉപ്പച്ചി ഉമ്മച്ചി ഞങ്ങൾക്ക് സർപ്രൈസ് തന്നിരിക്കുകയാണ്. അപ്പോൾ അതെന്താ നമുക്ക് നോക്കാം. ഉള്ള കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ്, സർപ്രൈസ് പൊളിഞ്ഞു. ഇപ്പാടെ ഫോൺ എൻ്റെ കയ്യിലായിരുന്നു. അപ്പോഴേക്കും ഇൻസൈറ്റിൽ നിന്ന് മെസ്സേജ് വന്നു. ഇൻസൈറ്റ് മീനിങ് എൻ്റെ ഓൺലൈൻ സ്കൂളാണ്. പേര് ഇൻസൈറ്റ് ഓൺലൈൻ അക്കാഡമി. ഗൈസ്, സർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ സ്കൂള് ഇൻസൈറ്റ് ഓൺലൈൻ അക്കാഡമി, അതിൻ്റെ ഹെഡ് ഓഫീസിലേക്ക് ഞങ്ങൾ പോവുകയാണ്. അതായിരുന്നു സർപ്രൈസ്. പാവക്കാടാണ്. ഞങ്ങൾ ഏകദേശം എത്തി. ഞാൻ എൻ്റെ സ്കൂളിലത്തെ ഹെഡ് ഓഫീസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. പാവക്കാടാണ്, ബസ് സ്റ്റാൻഡാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇൻസൈറ്റ് ഓൺലൈൻ അക്കാഡമി ഹെഡ് ഓഫീസ്. ഇതാണ് ഫ്രണ്ട്സ് ഓഫീസിൻ്റെ ഉൾഭാഗം. ആയിരിക്കുന്നതാണ് എൻ്റെ സാറ്. എൻ്റെ ഉപ്പച്ചി സാറിന് യൂട്യൂബ് ചാനലിൽ കാണിച്ചു കൊടുക്കുകയായിരുന്നു. അറബിക് സോങ്, ഒറിഗാമി, മെമ്മറി ഗെയിം പങ്കെടുത്തിട്ടുണ്ടല്ലേ. അടുത്ത വർഷം ഇതിനേക്കാളും മനോഹരമായി പ്രൈസ് കിട്ടുന്ന പ്രതീക്ഷകളുടെ പേരിലാണ് ഈ പ്രൈസ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളുടെ സ്കൂളിൽ ആർട്ട് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് സാറ് പ്രൈസ് തന്നു. ഞങ്ങൾക്ക് 3 പേർക്കും പ്രൈസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ സാറുടെ കയ്യിൽ നിന്ന് പ്രൈസ് വാങ്ങിക്കാൻ പോവുകയാണ് ഫ്രണ്ട്സ്. പിന്നെ അവിടെ വന്നൊരു ചെറിയ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ സ്കൂളിൽ CCA പീരീഡ് എന്ന് പറയുന്ന ഒരു പീരീഡ് ഉണ്ട് ഫ്രണ്ട്സ്. അതിൽ ഞാൻ എടുത്തിരിക്കുന്നത് ചെസ്സ്, റഫാൻ എടുത്തിരിക്കുന്നത് റോബോട്ടിക്സ്. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു ഞാൻ അതിൽ ചെസ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സാർ പറഞ്ഞു നമുക്കൊന്ന് കളിച്ച് നോക്കാമെന്ന് പറഞ്ഞ് സാർ അതിൻ്റെ ഡീറ്റെയിലും ഞാൻ കളിച്ചു നോക്കി. സാർ യൂണിവേഴ്സിറ്റി ചാമ്പ്യനാണ്. ഓൾ ഇന്ത്യയിൽ സാറ് കളിക്കാൻ പോയ. അപ്പോൾ സാറിനുള്ളത് 11th പ്രൈസാണ്. യൂണിവേഴ്സിറ്റി വൈസ് ക്യാപ്റ്റൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസിൻ്റെ പേരിൽ നമ്മൾ കളിക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത്ര കോൺഫിഡൻസ് ഞാൻ പറഞ്ഞത്. 20 lakhs ആണെന്ന് പറഞ്ഞല്ലേ, ഇത് വെച്ചാൽ കളിക്കാം അല്ലേ. ഫൈനലി സാർ ജയിച്ചു ഫ്രണ്ട്സ്. പിന്നെ എൻ്റെ അനിയത്തിനോടൊപ്പം സാർ കുറച്ചു നേരം കളിച്ചു. പക്ഷെ സാറാണ് ജയിച്ചത്. അങ്ങനെ ഞങ്ങൾ യാത്ര പറഞ്ഞ് ഓഫീസിൽ നിന്ന് ഇറങ്ങി ഫ്രണ്ട്സ്. ഇപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് വീട്ടിലേക്ക് പോകുമെന്നായിരുന്നു. പക്ഷേ ഇപ്പോണ നേരത്തെ ഉപ്പച്ചി ഒരു ആനയുടെ ഫ്ലക്സ് കണ്ടു. അപ്പോൾ ഉപ്പച്ചി പറഞ്ഞു, ഞങ്ങളോട് ചോദിച്ചു ആനക്കോട്ടിലേക്ക് പോകണമെന്ന്. അപ്പോൾ ഞങ്ങൾ പോവാന്ന് പറഞ്ഞു. ആനക്കോട്ടിലേക്ക് പോവണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ് ഫ്രണ്ട്സ്. ആനക്കോട്ടയിലേക്ക് വന്നിട്ടുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഫ്രണ്ട്സ് ആനക്കോട്ട കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. നല്ല കാറ്റുണ്ട്. ഞങ്ങൾ പോകാൻ നേരത്ത് സ്കൂൾ കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ചെറിയ പോണ്ടുണ്ടായിരുന്നു. അപ്പോൾ ആനകളെ അവിടെയാണ് കുളിപ്പിക്കുക.
ഗൈസ്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരുമിച്ചിട്ട് ആനകളെ കാണുന്നത്. അവിടെ കുറേ ചെറിയ ആനകളുണ്ടായിരുന്നു. നല്ല ക്യൂട്ടാണ്, നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. അതിൽ ഒരാനയുടെ പേര് കിങ്ങിനി എന്നായിരുന്നു. നിങ്ങൾക്ക് ആനനെ കാണാനുണ്ടോ ഫ്രണ്ട്സ്? ഇവിടെ ഓരോ ആനകൾക്കും ഓരോരോ പേരുണ്ട് ഫ്രണ്ട്സ്. ഞങ്ങളവിടെ ഫുള്ളും കറങ്ങി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങളുടെ ബാക്കിലിരിക്കുന്ന ആന ഡാൻസ് കളിക്കുന്നത് കാണുന്നുണ്ടോ ഫ്രണ്ട്സ്? ആ ആനയുടെ പേര് നന്ദിനി എന്നായിരുന്നു ഫ്രണ്ട്സ്. അങ്ങനെ ഞങ്ങൾ ആനകളൊക്കെ കണ്ട് മടങ്ങുകയാണ് ഫ്രണ്ട്സ്. വീട്ടിലേക്ക് പോവുകയാണ് ഗായ്സ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ വരെ ബൈ ബൈ.